ശബരിമലയില് സ്ത്രീകൾ കയറുന്നതുമായിട്ട് സംബന്ധിച്ച് ഒരുപാട് പ്രശ്നങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ ശരിക്കും എന്താ സ്ത്രീകൾ കയറരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? ഒരു ഋതുമതിയായിട്ടുള്ള സ്ത്രീ വരുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നം, ഋതുമതിയായ സ്ത്രീക്കും ദൈവത്തിനും മാത്രമുള്ള ഒരു കഴിവാണ് സൃഷ്ടി നടത്താൻ സാധിക്കുക എന്നുള്ളത്, അല്ലെ? ഒരു പെൺകുട്ടിക്ക് ഒരു ബർത്ത് കൊടുക്കാനുള്ള ഒരു കപ്പാബിലിറ്റി ഉണ്ട്, പ്രത്യേകിച്ച് ഏത് പീരീഡിൽ, ഈ ഒരു ടൈം പീരീഡിൽ. ആ സമയത്ത് അയാൾക്ക് ഒരു അമ്മയാവാനുള്ള ചാൻസ് ഉണ്ട്. ഉറപ്പായിട്ടും ഒരു പുരുഷന്റെ പങ്കാളിത്തം ഉണ്ട്, പക്ഷെ അതിന് 90% എഫേർട്ട് എടുക്കുന്ന ആരാണ്? ഒരു സ്ത്രീയാണ്. അപ്പോ ഈ വരുന്ന ആളുകൾക്ക് ദൈവത്തിന് തുല്യമായിട്ടുള്ള കഴിവുണ്ട്. എന്ത്? ഒരാൾക്ക് ജന്മം കൊടുക്കാനുള്ള കഴിവ്. ശാസ്താവിനെ സംബന്ധിച്ചിടത്തോളം ഈ വരുന്ന ആൾ ആരാണ്? തനിക്ക് തുല്യനായിട്ടുള്ള ആളാണ്, അല്ലെങ്കിൽ താൻ പോലും ബഹുമാനിക്കേണ്ട ആളാണ്. കാരണം ബർത്ത് കൊടുക്കാൻ കപ്പാസിറ്റി ഉള്ള ആളാണ്, സൃഷ്ടി നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണ്. ഭഗവാന്റെ അച്ഛനും അമ്മയും വന്ന ഭഗവാൻ എണീറ്റിട്ടുണ്ടേ. അതുപോലെ ഒരു ഈശ്വര തുല്യമായിട്ടുള്ള ആളാണ് അങ്ങോട്ട് വരുന്നത്. അങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ ധ്യാനം തടസ്സപ്പെടും എന്നാണ് പറയുന്നത്. ഭഗവാന്റെ തപസ്, ഭഗവാൻ ബഹുമാന സൂചകമായിട്ട് അവിടെ തപസ്സിന് വിഘ്നം വരുന്നുള്ളതാണ് കൺസെപ്റ്റ്. അല്ലാതെ സ്ത്രീകൾ വന്നുകൊണ്ട് ഭഗവാൻ യാതൊരു പ്രശ്നമില്ല.